ഹായ് ഫ്രണ്ട്സ്, ക്ലീനിങ്ങിൻ്റെ മുന്നേ വീട്ടിൻ്റെ വാർപ്പിൻ്റെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. വാർപ്പിൻ്റെ മുകളിലും അതുപോലെ ചുമരിലും അത്യാവശ്യം നല്ല രീതിയിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബോർഡറിൻ്റെ ടോപ്പിലും ബോർഡറിൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പൂപ്പലുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂപ്പലുണ്ട്. ജസ്റ്റ് നോക്കിയേ, കണ്ടില്ലേ? നല്ല രീതിയിൽ തന്നെ പൂപ്പലുണ്ടല്ലോ. അതുപോലെ താഴേന്ന് ഫ്ലോറിൽ നിന്ന് ചുമരിലേക്കും നല്ല രീതിയിൽ പൂപ്പൽ സ്പ്രെഡാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വേണം. സ്ക്രാപ്പറിനെ കൊണ്ട് പരമാവധി പൂപ്പലൊക്കെ കയ്യിൽ നിന്ന് അത്ര സ്ക്രാപ്പ് ചെയ്ത് മാറ്റിക്കളയുക. സ്ക്രാപ്പ് ചെയ്തിട്ട് ഓരോ ഭാഗത്തായിട്ട് കൂട്ടി വെച്ചാൽ മതി. ഇതുപോലെ വാർപ്പിൻ്റെ ഓരോ ഭാഗത്തായിട്ട് കുറച്ച് അല്പം കൂട്ടി വെക്കുക. നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത്ര സ്ക്രാപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചെറിയ ബ്ലേഡാണ്. വേണമെങ്കിൽ ഇതിനെക്കാട്ടി വലിയ ബ്ലേഡ് ആണെങ്കിൽ ഇതിനെക്കാട്ടി വലിയ ബ്ലേഡ് ഉണ്ട്, അത് വാങ്ങാവുന്നതാണ്. നിങ്ങളുടെ താല്പര്യം പോലെ തന്നെ വലിയ ബ്ലേഡിനെ കൊണ്ട് വൃത്തിയാക്കാം. എല്ലാ ഭാഗത്തു നിന്നുള്ള പൂപ്പൽ നല്ല രീതിയിൽ വൃത്തിയാക്കുക. ബോർഡറിൻ്റെ ഉള്ളിലും അതുപോലെ പുറത്തും, അതുപോലെ ഫ്ലോറിൽ ഉണ്ടെങ്കിൽ ഫ്ലോറിലതും ഒന്ന് ബ്ലേഡിനെ കൊണ്ട് തന്നെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഓരോ ഭാഗത്തായിട്ട് കൂട്ടി വച്ചിരിക്കുന്ന പൂപ്പൽ ഇതുപോലെ കാട്ടൻ കോരി കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഇതുപോലെ ചാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബക്കറ്റിലോ നിങ്ങൾക്ക് സൗകര്യാനുസൃതം ഇതുപോലെ കോരിയെടുക്കുക. കോരിയെടുത്തതിന് ശേഷം ഇതുപോലെ കാർ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയിൽ പൂപ്പൽ നീക്കം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാർ വാഷർ മെഷീൻ നമ്മൾ റെൻറ്റിനാണ് എടുക്കുന്ന സമയത്ത് അതിന് നല്ല രീതിയിൽ ഫോഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റെൻറ്റിന് എടുക്കുന്നെങ്കിൽ എടുക്കുക. പിന്നെ കാർ വാഷർ മെഷീൻ ഉപയോഗിച്ചിട്ട് പൂപ്പൽ കളയുന്ന സമയത്ത് നല്ല വൃത്തിക്ക് തന്നെ അടിച്ചിട്ട് പൂപ്പൽ പരമാവധി 100% കളയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ പ്രൈമർ അടിച്ചിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. ഇപ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം വാർപ്പിൻ്റെ അവസ്ഥ നോക്കിക്കേ. ഫുള്ള് പൂപ്പൽ പിടിച്ചിരുന്ന വാർപ്പായിരുന്നു. ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പൂപ്പലൊക്കെ പോയിട്ടുണ്ട്.